ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ് ഗായ്സ്. പനിയാണ് സുഹൃത്തുക്കളെ. ഈ പുതുമഴ എന്ന് പറയുന്നൊരു സാധനം ഞാൻ പനി പിടിക്കുമെന്ന് ഇങ്ങനെ കേട്ടിട്ടുള്ളതേ ഉള്ളൂ. പക്ഷെ അനുഭവസ്ഥനായിരിക്കുകയാണ്. എനിക്ക് അത്ര ഇമ്മ്യൂണിറ്റി ഇല്ലേ ഗൈസ്. ഞാൻ ഒന്ന് മഴ നനഞ്ഞതുള്ളൂ. എനിക്ക് അങ്ങനെ മഴ നനഞ്ഞ പനി അങ്ങനെ അധികം പിടിക്കാറില്ല. ഒന്ന് കാറ് പാർക്ക് ചെയ്ത് കുറച്ചൊന്ന് നനഞ്ഞ് ഒരു ഹോട്ടലിലോട്ടൊന്ന് ഓടി ഒന്ന് പോയിട്ട് അങ്ങനെ മഴ നനഞ്ഞ് പനിയായി ഗൈസ്. ഇന്നലെ ഒട്ടും വയ്യായിരുന്നു. 2 ദിവസമായില്ലേ നമ്മള് വീഡിയോ എടുത്തിട്ട്. ഞാൻ ഫുള്ള് കിടപ്പായിരുന്നു ഇന്നലെ, അപ്പുറത്തെ റൂമിലായിരുന്നു. കാരണം പനി വന്നു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ടെൻഷൻ അമ്പൂന് വരുമെന്ന്. അമ്പൂന് വന്നാൽ പിന്നെ നോക്കണ്ട, പിന്നെ ഒരാഴ്ചത്തേക്ക് നമ്മൾ ഈ പരിപാടി നടക്കത്തില്ല. അത് മാത്രമല്ല ചെറുക്കൻ നമ്മളിങ്ങനെ ഓടി നടക്കണം. അതുകൊണ്ട് ഞാൻ മാക്സിമം അവന് വരാൻ പറ്റാതെ ഇങ്ങനെ നോക്കിയായിരുന്നു. എനിക്ക് ഇന്നാണ് ഇത്തിരി ഒന്ന് തല പൊങ്ങിയത്. ഇന്നലെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. ഇന്നലെ മൃദുല വന്ന് കഞ്ഞിയും പയറും ഒക്കെ ഇട്ട് കഴിച്ച് നമുക്കൊരു വീഡിയോ എടുക്കാറുണ്ട്. ബ്ലാക്ക് പ്ലെയിൻ ബ്ലാക്ക് കൊള്ളാം. പക്ഷെ ഇങ്ങനത്തെ കളർ ഇല്ലല്ലോ എനിക്ക്. അങ്ങനെ അധികം പ്ലെയിൻ ആയിട്ടുള്ള ഇല്ല. പ്യൂർ ബ്ലാക്ക്. അമ്പൂന്റെ കൂറ ഡ്രസ്സാണ് കേട്ടോ, മാറ്റണം. അവന്റെ പരിപാടി രാവിലെ നോക്കി ഇപ്പൊ അടപ്പുകൾ തുറക്കാൻ പഠിച്ചു ഗൈസ്. അതുകൊണ്ട് തുറന്ന് അവിടെ ഇവിടെ ഒക്കെ ഒഴിക്കുക കേട്ടോ. എല്ലാം വാരി വലിച്ചിട്ടേക്കുക. നിന്നെ പറ്റി മാത്രമാണ് പറയുന്നത്. എന്തുവാ പേന ഐലൈനർ കണ്ടിട്ടുണ്ടാവും. നമുക്കിതുപോലെ പണ്ട് പേന ഉണ്ടായിരുന്നേ, പല കളറിൽ ഇങ്ങനെ ഞെക്കടിക്കുന്ന, ഒരു സൈഡ് അടിക്കുമ്പോ ഒരു ലീഫ്ലർ വരുന്നേ, അതുപോലത്തെ എനിക്കറിയാം. ഇത് നമ്മള് പണ്ട് സാധാരണ ഇത് ഗൾഫിലുള്ള കൂട്ടുകാരന്മാരുണ്ടല്ലോ. ഗൾഫുകാരായിരുന്നല്ലോ നിങ്ങള്. അച്ഛൻ കൂടെ. പക്ഷെ നമ്മള് ഗൾഫിലല്ല, നമ്മളെ കൂട്ടുകാരന്മാരുണ്ടായിരുന്നു, അച്ഛന്മാർ ഗൾഫിലായിട്ടുള്ള. അവരിങ്ങനെ പുതിയ അടിപൊളി ഐറ്റംസ് ഇങ്ങനെ കൊണ്ട് കാണിച്ചു തരും. നമുക്കും തരും കേട്ടോ ഇടയ്ക്ക്. അയ്യോ, ഇത് അങ്ങനത്തെ എന്തൊക്കെ ടെക്നോളജി. ഗൈസ്, ഇപ്പൊ നമ്മളിതേ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഓ, എന്തുവാടേ മറന്നത്? ഇവനെ എടുത്തോണ്ട് സ്ഥിരമുള്ള എന്തേലും മറക്കും. നിങ്ങൾ വിചാരിക്കും പനിയും വെച്ചോണ്ട് നീ കൊട്ട വെയിലത്ത് വീടെടുക്കാൻ പോയി. നമുക്ക് ഇന്ന് കൊടുക്കണം. ഇന്നലെ കൊടുക്കണ്ടായിരുന്നു. ഇന്ന് പനി ആയതുകൊണ്ട് ഇന്നലെ ഒട്ടും വയ്യാത്തോണ്ട് പറഞ്ഞ് ഇന്നത്തേക്കാക്കി. താണ്ട ഇനി ഞാൻ എന്റെ പുതിയ ഉടുപ്പ് മൊത്തം വെള്ളമാക്കും. സ്ട്രെപ്സിൽസ് ആണ് ഗൈസ് വായില്. അമ്പൂന് വേണോ സ്ട്രെപ്സിൽസ്? മുടിയേ ചീപ്പും പേപ്പും ഉണ്ണിക്കുട്ടനായി പോവും. അച്ഛാ, വണ്ടി ഓടിക്കുന്നുണ്ടോ ഗൈസ്? ഇഷ്ടമാ. എത്ര നേരം വേണേലും ഡ്രൈവിംഗ് സീറ്റ്. ഇപ്പൊ അവള് ഡ്രൈവിംഗ് പഠിക്കാൻ പോകുമ്പോഴും ഇപ്പൊ ഇവിടെ ഇരുന്ന് എന്റെ അടുത്ത് നിന്ന് ഡ്രൈവിംഗ് പഠിക്കും. എങ്ങനെ എടുക്കൂടാ അവനെ വെച്ചോണ്ട്? ഞാൻ സൈക്കിളൊക്കെ എടുത്തിട്ടുണ്ട്. ആദ്യം സൈക്കിൾ ഇരുത്തി നോക്കാം. നമ്മൾ പഠിച്ചല്ലോ, നോക്കി പ്രാക്ടീസ് ചെയ്ത് ഒറ്റ എടുക്കണം. വേറെ ഒരു നിർവാഹം. അമ്മ മുംബൈയിലാണ് ഗൈസ്. അമ്മ ബോംബെയിലാ. ബോംബെ ആണോ? മുംബൈ ഒക്കെ പണ്ട്. അതെ. നമ്മൾ അന്ന് പോയില്ലേ ചേച്ചിയുടെ വീട്ടില്? അവിടാണ്. അപ്പൊ അമ്മയുടെ അനിയത്തി, അമ്മയുടെ അമ്മയുടെ ചേച്ചിമാരെല്ലാരും അങ്ങാണ് ഗൈസ്. 3 പേരും കൂടെ പോയത്. അതെ, ട്രിപ്പാ, ഫാമിലി ട്രിപ്പ്. അവര് അവിടെ ഞായറാഴ്ച സിസ്റ്റേഴ്സ് ട്രിപ്പ്. ഏത് സിനിമയില് പറയാല്ലേ? എന്തുവായിരുന്നടി? നമ്മൾ സിസ്റ്റേഴ്സാ. നല്ല കൊട്ട വെയിലാണ് ഗൈസ്. കുഴപ്പമില്ല. അതുകൊണ്ട് ഇവിടെ നമുക്ക് കുറച്ച് തണലുണ്ട്. അപ്പൊ നമുക്ക് നേരെ ഇവിടെ നിന്ന് തന്നെ എടുക്കാം കേട്ടോ. ഇവിടെ ഡിക്കി അങ്ങോട്ട് തുറക്ക്. ഹുഡി ഇട്ടത് എന്തുകൊണ്ടും നന്നായി കേട്ടോ. വെറുതെ ഹുഡി ഇട്ടതേ എന്തുകൊണ്ടും നന്നായി. അമ്പൂട്ടന് മറ്റേ സൈക്കിൾ എടുത്തിട്ടുണ്ട്. അതിനകത്ത് ക്ലിപ്പ് ഇട്ടിട്ട് അമ്പൂട്ടനെ മെല്ലെ ഇരുത്താം കേട്ടോ. നമ്മള് സൈക്കിൾ എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് സാധാരണ ഇതൊക്കെ കിട്ടുമ്പോൾ ഉള്ളൊരു ഉന്മേഷമുള്ളൂ പിള്ളേർക്ക്. പിന്നീട് അത് ഉപയോഗിക്കാറ് പോലും ഇല്ല. അങ്ങോട്ടുണ്ട്. ഞാൻ അവിടെ ക്യാമറ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. കൊള്ളാം. നല്ല അത്യാവശ്യം വീഡിയോ കാണാൻ ബാക്ക്ഗ്രൗണ്ട് കൊള്ളാം. നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ വലിയ ബാക്ക്ഗ്രൗണ്ട് ഒന്നും കാണത്തില്ല. ഫുള്ള് ഈ പോച്ചയൊക്കെ ഉണക്കാണ്ട്. നേരത്തെ നല്ല ഫുൾ ഗ്രാസ് ആയിരുന്നു ഇവിടെ. നമ്മൾ ഇവിടെ നിന്നൊക്കെ ഇതിന്റെ ഇവിടെ നിന്നൊക്കെ വീഡിയോ എപ്പോഴും എടുക്കാറുണ്ട്. ഇരുന്നാ മതിയായിരുന്നു. പക്ഷെ ഇവിടെ കുഴപ്പമില്ല കേട്ടോ. ആണല്ലേ? അതെ. നല്ല അടങ്ങി ഒടുങ്ങി ഇരിക്കണം. അട്ടന് വയ്യ പണിയാണ്. കടയിച്ച് ബുദ്ധിമുട്ടിക്കരുത്. ഓക്കെ? സ്പീക്കറാ? അമ്പു ഓൺ ആയിട്ടിരിക്കുന്നത് കേട്ടോ. സ്റ്റെപ്പൊക്കെ കളിച്ചാണ്. മൃദുല മറന്നു ഗൈസ്.
കോമളത്താമരപ്പൂവിതളാടണത്താത് വന്നേ. ഡ്രസ്സ് കൊള്ളാം കേട്ടാടി, രസമുണ്ട് കാണാൻ, കാണാൻ കൊള്ളാം. ഇരിക്കുന്ന നോക്കിയാണ് ഹാപ്പി. കളി പടി. നമ്മളെ ക്യാമറയ്ക്ക് ബ്രൈറ്റ്നെസ് എല്ലാം മിക്ക ക്യാമറയ്ക്കും ഉള്ളൊരു പ്രശ്നമാണ് ഗൈസ്. വെയിലത്ത് നമുക്ക് ബ്രൈറ്റ്നെസ് കുറവാണ്, നേരെയുള്ള വിസിബിലിറ്റി കിട്ടത്തില്ല. സൈഡ് തിരിഞ്ഞു പോകും ഗൈസ്. എനിക്ക് മൃദുലേക്ക് എപ്പോഴാണ് ഞാൻ വലത്തോട്ട് വിളിക്കും, അവൾ ഇടത്തോട്ട് വിളിക്കും. അങ്ങനെയുള്ള ഫ്രണ്ട്സ് കാണും ഇല്ല. കലോത്സവത്തിന് ഒരു സ്റ്റെപ്പ് അങ്ങോട്ട്, ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ട്. ഗൈസ് നമ്മുടെ കഴിഞ്ഞ കേട്ടോ സഹകരിച്ചതിന് എന്നാ ഇവിടെ നല്ല ചൂടുണ്ട്. നമ്മൾ കളിച്ചോണ്ട് കൂടി ആയിരിക്കും നല്ല ചൂടുണ്ട്. ചില ദിവസങ്ങളിൽ മുട്ടാട്ടോ അവൻക്കൊന്നും കിണിങ്ങിയത് പോലും ഇല്ലല്ലേ. ആ വണ്ടി ഇട്ടുവാണോ എടി ഇതിൽ അങ്ങനെ ഇരിക്കാറേ ഇല്ലല്ലേ അവൻ. അമ്പു ഇങ്ങോട്ട് നോക്കുമ്പോ അമ്പു ഇങ്ങോട്ട് നോക്കിക്കേ. ഇത് നല്ല കൊച്ച്, ഇത് നല്ല കൊച്ച്, സുന്ദരി കൊച്ച്. സത്യം കുഞ്ഞിനടുത്ത് കേട്ടറി കാറ് പഴുത്ത് ഗൈസ്. ഞാൻ ഓഫ് ചെയ്തായിരുന്നു, ഓഫ് ചെയ്യണ്ടായിരുന്നു. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം ഗൈസ്. ഫുഡ് കഴിക്കാം. ഊണൊക്കെ കഴിഞ്ഞാണ്. ആ ഒരു താനെ അങ്ങോട്ട് കേറ്. വലിയ കൊച്ചായി പോയി ഇപ്പം. ഓ നീ ബെൽറ്റ് ഇട്ട് വെച്ചേക്കുവായിരുന്നില്ലേ. അമ്പൂരെ കയറാനാണോ? ഓ എന്തൊരു വെയിലാണ് ഗൈസ്. ഇപ്പം നമ്മളെ പിടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ വലിയ കൊച്ചാ എല്ലാം പോവും. അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് നിന്നാണ് നോക്കട്ട്. ആ അത്രേ ഉള്ളൂ കാര്യങ്ങൾ. ഭയങ്കര പരാതി ബോധിപ്പിക്കുകയാണ്. നല്ല ഊണ് കടയൊന്നും നമ്മളെ കഴക്കൂട്ട സൈഡ് കുറവ്. മൊത്തം മന്തി കുഴിമന്തി ഷവായി മന്തി അൽഫാം മന്തി അത് മന്തി ഇത് മന്തി ഒട്ടക മന്തി കലഹ മന്തി ഈ മന്തിയൊക്കെ ഉള്ളൂ. ഗ്രില്ല് നല്ലൊരു ഊണുകട ഇല്ലടേ സത്യം. ഞാൻ ഇങ്ങനെ നോക്കി ആകപ്പാടുള്ള തഞ്ചാവൂർ കിച്ചൺ ഉണ്ട്. അവിടെ തമിഴ്നാട് സ്റ്റൈൽ ഊണ് കിട്ടും. 3 മണിക്ക് ക്ലോസ് ചെയ്യും. പിന്നെ നമ്മുടെ ശരവണ ഭവനുണ്ട്, അവിടെ ഊണുണ്ട്. അതും ഈ സമയം കഴിയും. അല്ലാണ്ട് ഒരു ഊണുകട നല്ലൊരു കേരള സ്റ്റൈൽ അങ്ങനെയുള്ള ഒരു സ്ഥലം ഇല്ല ഗൈസ്. മൊത്തം ഷവായി ഷവർമ. നമ്മുടെ ഫുഡ് കൾച്ചർ മാറി എന്ന് തന്നെ പറയാം. ബിനിലൊക്കെ കൂട്ടുകാരനെ വിളിക്കുമ്പോൾ പറയും, എടാ നമ്മുടെ ദുബായിലൊക്കെയാണ് നമ്മൾ കേരള സ്റ്റൈൽ ഫുഡ് കേരളത്തിൽ കിട്ടുന്നതിനെക്കാട്ടിയും അടിപൊളി ഫുഡ് കിട്ടുന്നത് ദുബായിലാണ്. സത്യമാണ്. അവിടെയാണ് ഏറ്റവും നല്ല നമ്മുടെ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റും നമ്മുടെ കേരള സ്റ്റൈൽ ഫുഡും കിട്ടുന്നത് പുറത്താണ്. പുറത്തെ ഫുഡ് ഇവിടെ കൊണ്ടുവന്നത് നമ്മള്. പുറത്തെ ഫുഡ് ഇവിടെ കൊണ്ടുവന്നു, ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്റെ കുഞ്ഞെ കാറി കേറി പാലും കുടിച്ചോണ്ട് അയ്യോ ചോച്ചൂരിയോ എന്തൊക്കെയോ കാര്യം പറഞ്ഞു കേട്ടോ. എന്തിനാ അതുകൊണ്ടാ ഞാൻ ചെരുപ്പിട്ട് കൊടുക്കുന്ന. ആ സോക്സ് ആണ്ട് ഊരും കുട്ടിലെ കേട്ടവനെ ചോച്ചൂരാടാ എന്നാ ഊരിക്കോട്ട്. വേണ്ട ഇടണ്ടെങ്കിൽ ഇടണ്ട കോട്ട് തറയെ നിർത്തുന്നുണ്ട് കുഴപ്പമില്ല. പിള്ളേര് ഷോക്സ് ഷൂസൊക്കെ ഇട്ട് പഠിക്കണം. ചുന്തിരി വടങ്ങി എന്നിട്ട് തലമൊത്തം വിയത്ത് നമുക്കിനി പാപ്പം തിന്നാൻ പാ. എന്തൊരു ചൂടാ ഗൈസ്. കാറിൽ AC ഇട്ടുന്ന ഒരു കാര്യമില്ല. ഒരു 4 ഫാൻ സ്പീഡ് 4 ഇട്ടിട്ട് ഇതാണ് കംഫർട്ട്. ഈ സാധനം ആകുമ്പോഴേ ഗൈസ് വാട്ടർ ബോട്ടിൽ ഇവിടെ വെക്കാം. അവന്റെ ഫോണ് ഡയപ്പറൊക്കെ അത്യാവശ്യം വേണ്ടതെല്ലാം അവന് ഇരിക്കാൻ കംഫർട്ടാ. പക്ഷെ മറ്റേതാണെങ്കിൽ പാടാ കേട്ടോ. നമ്മള് ചുമ്മാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാ സാധനം വാങ്ങിച്ചിട്ടും കാര്യമില്ല അല്ലേ. അവര് കംഫർട്ട് ചെയ്താ മറ്റേത് അവരെ ഇറുക്കി വെട്ടി വെക്കുമല്ലോ. പക്ഷെ അത് കുറച്ചുകൂടി സേഫ് ആണ്. പക്ഷെ ഇതാ നല്ലത്. ഭയങ്കര തിരക്ക് കേട്ടോ. എന്ത് തിരക്ക്. അതല്ല ഓഫറൊക്കെ കഴിഞ്ഞില്ലേ? മറ്റേ ഓഫറൊക്കെ കഴിഞ്ഞു. അവര് ഓഫർ കഴിഞ്ഞാൽ 2-3 ദിവസം കൂടെ നീട്ടിയിടും ചില ബ്രാൻഡുകൾ. ഇരിക്കാൻ സ്ഥലമില്ലടാ. ഫുഡിന്റെ മണം. അതെ ഈ ഫുഡ് കോർട്ടിന് അടുത്തൂടെ പോകുമ്പോഴേ വിശക്കാത്തവർക്കും വിശക്കും. എല്ലാത്തിനും സാൻഡ്വിച്ചിന്റെ ഷവർമയുടെ സത്യം. സീറ്റ് കിട്ടി നമ്മുടെ സീറ്റ് അവ ഇവിടെ തന്നെ ഇരുന്നോളും തോന്നുന്നത്. അവരെ എടുക്കണ്ട. ഇന്ന് ആള് അത്ര ശാന്ത ഒരു സ്വരൂപനാണ് കേട്ടോ. എന്തോ പോയ അണ്ണനെ പോലെ ഇരിക്കും. എന്തോര് അല്ലെങ്കിൽ ഇവിടൊക്കെ അക്രമം കാണിക്കുന്നവനാ. എന്റെ കട്ടിയുടെ അമ്പു ഇവിടെ ഞാനും മൃദുല ഭയങ്കര തർക്കത്തിലാണ് ഗൈസ്. അമ്പുവിന്റെ മുടി മൃദുല പറയണോ മുട്ട അടിക്കണോന്ന്, ഞാൻ പറയണോ മുട്ട അടിക്കണ്ടെന്ന്. അങ്ങനെ രണ്ട് ഇങ്ങനെ ചേരി തിരിഞ്ഞ് നിൽക്കുകയാണ്. മുടി ആദ്യം ഒന്ന് സ്റ്റൈൽ ചെയ്യാം. ഇപ്പൊ നമുക്ക് മുട്ട അടിക്കുമ്പോ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാലോ,
സയന്റിഫിക്കലി നോട്ട് പ്രൂവ്ഡ്. കുഞ്ഞുങ്ങൾക്ക് മുട്ട അടിച്ചാൽ അത് മുടി നല്ലോണം തഴച്ചു വളരും എന്ന് പറയുന്നതിൽ യാതൊരു യാഥാർത്ഥ്യവും ഇല്ല. അത് നല്ല കാര്യമില്ല. നമ്മൾ രണ്ടുപേരും ആലോചിച്ചിട്ട് തീരുമാനം എടുക്കും കേട്ടോ. എനിക്ക് എന്തായാലും മുട്ട അടിക്കുന്നതിനോട് വലിയ അത് ഓക്കെ. കുഞ്ഞിന് മുട്ട അടിക്കുന്ന ഒരു റിലാക്സേഷൻ ആയിരിക്കും, അത് ഓക്കെ, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ മുടി വളരും എന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. തീർച്ചയായും മുടി വളരുമല്ലോ, അതിൽ ആ ലുക്ക് കൂടെ കാണാൻ എനിക്കൊരു ആഗ്രഹം. നല്ല കൂറ ലുക്കായിരിക്കും അത്. സാരമില്ല, എന്റെ കുഞ്ഞ് നല്ല ലുക്കായിരിക്കും. മുട്ട അടിക്കണോ വേണ്ടേ ഗൈസ്? പോളിംഗ് നടത്താം നമുക്ക്. കമന്റിൽ നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തും. മുട്ട അടിക്കണോ വേണ്ടയോ? മുട്ട അടിക്കണം. ആദ്യം മുടി ഒന്ന് ലെവൽ ചെയ്യും, എന്നിട്ട് നമുക്ക് സമയമുള്ളപ്പോൾ നമ്മൾ കൊണ്ട് മുട്ട അടിക്കും. 2 വയസ്സിന് മുന്നേ എന്തായാലും. ഗൈസ്, തട്ടുകട പ്രോൺസ് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ടൈം നമ്മൾ ഇവിടുന്ന് പ്രോൺസ് വാങ്ങുന്നത്. അങ്ങനെ ടേസ്റ്റ് എങ്ങനെയുണ്ട്? ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഗൈസ്. തട്ടുകട പ്രോൺസ്. പൊള്ളി സാധനം കഴിയും. നല്ല വെളിച്ചെണ്ണയുടെ ഫ്ലേവർ. മീൽസും പറഞ്ഞ് നമ്മളൊരു ചെറിയ പോർഷൻ ബിരിയാണിയും പറഞ്ഞു കേട്ടോ. ഇത് ചോറിന്റെ കൂടെ ആയിരിക്കും അടിപൊളി. സ്ഥലമില്ലാത്ത രീതിയിൽ ഫുഡ് ഓർഡർ ചെയ്തില്ലേ? എല്ലാം ഇച്ചിരി ഇച്ചിരി ഉള്ളൂ. ഇതും ക്വാണ്ടിറ്റി കുറവാ. ഇത് അടിപൊളി ഗൈസ്. നമ്മളെ ഈ പ്രോൺസ് ഓവർ കുക്ക് ചെയ്യരുത്. ഇതാണ് കുക്ക് ഇല്ലേ? കുറച്ചു നേരം കുക്ക് ചെയ്യാവും. അതും തേങ്ങാക്കൊത്തൊക്കെ ഇട്ടോണ്ട് ഗൈസ്. പ്രോൺസ് അങ്ങോട്ട് എടുക്കാം. ചോറിന്റെ മുകളിലോട്ട് അങ്ങോട്ട് വെച്ച് ഇളക്കി. ആ വെളിച്ചെണ്ണയുടെ ഫ്ലേവർ ആണ് മുന്നിട്ട് നിൽക്കുന്നത്. അമ്പുന് നമ്മുടെ ചേറൊക്കെ വെച്ച് പ്ലേറ്റിനകത്താക്കി തന്നെ കഴിക്കണം. നീ വലിയ കൊച്ചായി തന്നെ തിന്നണം. ഒരു പ്രോൺസും ഉണ്ട് കേട്ടോ. മോനെ എങ്ങനെയുണ്ടമ്പു? മിടുക്കൻ. എങ്ങനെയുണ്ട്? വിത്ത് ലഗോൺ ചിക്കൻ. അപ്പോ ഞാൻ നേരെ ഹോസ്പിറ്റലിലോട്ട് വന്നു. കാരണം രാവിലെ എഴുന്നേറ്റപ്പോ സൗണ്ട് ഒക്കെ നല്ല പോലെ ആയിരുന്നേ. ഇപ്പൊ ഉണ്ട് സൗണ്ട് ചേഞ്ച് ചെയ്ത് വരുന്നത്. പിന്നെ മൂക്കുളിക്കുന്നു. വൈകിട്ടാകുമ്പോ വയ്യാണ്ടാവും ഗൈസ്. എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും ഇന്നലെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് വിചാരിച്ചിട്ട് കുറവെന്ന് പറഞ്ഞിരുന്നു. ശരിക്കും കുറവില്ല. എന്നാ അതുപോലെ വെയിലൊക്കെ കൊണ്ടില്ലേ, അപ്പൊ ഞാൻ പോയി ഇഞ്ചക്ഷൻ എടുക്കുമെങ്കിൽ കുറയായിരിക്കും പെട്ടെന്നില്ലേ. ഇവരോട് ഇരിക്കട്ടെ ഗൈസ്, ഞാൻ പോയിട്ട് വരാം. ഇഞ്ചക്ഷൻ എടുക്കണം, ആന്റിബയോട്ടിക് വാങ്ങിക്കണം. ട്രിപ്പ് ഇടുന്നെങ്കിൽ ഇട്ട കുഴപ്പമില്ല, താമസിച്ചാലും പ്രശ്നമില്ല. പോയിട്ട് വരാം ഗൈസ്, കുറയട്ടെ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കും, ഞാൻ പോയിട്ട് വരാം. നീ കുഞ്ഞിന്റെ അടുത്ത് സംസാരിച്ച് ഇപ്പൊ എന്റെ അടുത്ത് മടൻ അണയില്ലേ? ചുട്ടുടു മോനെ, ടിക്കുടു കുട്ടുടു കൊട്ടുടു മോനെ എന്ന് പറഞ്ഞ എന്നെ സംസാരിക്കുന്നത്. സുട്ടൂട് പോയിട്ട് വരാം ഗൈസ്. നടന്ന് വീടുന്നേ. നിന്റെ അച്ഛനോട് ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തപ്പോ ചുട്ടപ്പനായി. ഇഞ്ചക്ഷൻ എടുത്തില്ല. ഇഞ്ചക്ഷൻ 2 വട്ടം ഉണ്ടോ? അല്ല, ആദ്യം ഒരു വട്ടം ഈ ഇതുണ്ടോന്ന് അറിയാനേ, ഈ അലർജി എന്തെങ്കിലും ഉണ്ടോന്ന് അറിയാൻ വേണ്ടി. അല്ല, എന്നാലും ഒരു ടെസ്റ്റ് ചെയ്തിട്ട് ചെയ്തോളാ. നമ്മളില്ലാന്ന് പറഞ്ഞാല് അപ്പൊ 1/2 മണിക്കൂർ കഴിഞ്ഞ് ഇതിന് വീർക്കോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വീർത്തിരിക്കുന്നല്ലോ. ഇപ്പൊ എടുത്തതേ ഉള്ളൂ. 1/2 മണിക്കൂർ കഴിഞ്ഞ് വരാൻ പറഞ്ഞു. ഇതൊരു സാനിറ്റൈസർ എടു. അവിടെ കൂടെ ആളുണ്ടെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കും. അഥവാ ഇഞ്ചക്ഷൻ എടുത്ത് തലകറങ്ങിയാലോ വീണ ആരും ഇല്ലല്ലോ. അതുകൊണ്ട് ഉണ്ടോന്ന് ചോദിച്ചു. അത്ര വൈകായികയൊന്നുമില്ല നമുക്ക്. അപ്പൊ എന്താ 1/2 മണിക്കൂർ കഴിഞ്ഞ് വരാം. ചായ പിടിക്കുന്നോടി? ചായ ഇതും അവിടെ ഉണ്ട്. നിർബന്ധമായിരുന്നോ? ഇല്ല, ഇപ്പൊ ഏട്ടനെ കണ്ടപ്പോ മാസ്ക് വെച്ചേക്കുന്നില്ലേ. ഡോക്ടർ പറഞ്ഞു മാസ്ക് വെച്ചോണ്ട് വീട്ടിൽ നടക്കാൻ പറഞ്ഞില്ല, എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് വരുമെന്ന് പറഞ്ഞു. ഓ, ഇവിടെ കാർട്ടൂൺ ആയിരുന്നു. കുറുനരിയോ? വാട്ടർമാൻ. 24 hours വെള്ളത്തിലാണ് ഈ മാൻ. വാട്ടർമാൻ കണ്ടില്ലേ? ചിരിച്ചോണ്ടിരിക്കരുത്. വാട്ടർമാൻ. വാട്ടർമാൻ കണ്ട എന്റെ വണ്ടിക്കകത്ത് വെള്ളം ഒഴിച്ചാൽ നിന്നെ നോക്കിക്കോ. ഇന്നിപ്പോ അമ്പോ നീ കളിപ്പിക്കുക, പിന്നെ അവ എങ്ങനെ ചെയ്യാതിരിക്കുന്ന നോക്കിയാ. കണ്ടോ വണ്ടി നിറച്ചിത്. ഇതൊക്കെ അടിച്ചു പോകോട്ടെ, ഇലക്ട്രോണിക് സാധനമാണ്. എന്തിനാണ് ഇവിടെ പരിപാടി? സ്വിച്ചിനകത്തിട്ട് ബട്ടൺ ഞെക്കി. നീയാണ് ഇവിടുത്തെ റോബോട്ടിന്റെ ഓപ്പറേറ്റർ.
എടാ അതിന് കയ്യും കാലും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അമ്പു നിന്നെ അറിഞ്ഞേനത്, മനസ്സിലായില്ലേ? തലയൊന്നും ആട്ടണ്ട, നിന്നെ അറിഞ്ഞേന അതിന് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ. എടി ചില്ലറ ദ്രോഹമൊന്നുമല്ല അല്ലേ, ഒരു മര്യാദ വേണം. അതിന് സംസാരിക്കാൻ ഒരു ശേഷി ഇല്ലെങ്കിലും സത്യം ഇവ അടിച്ചടിച്ച് അതിന്റെ മെഡിലോ ഒബ്ലാങ്കട്ടൊക്കെ എവിടോ അടി കൊണ്ട് അതിനിപ്പോ അതിന്റെ സ്റ്റേഷനിൽ പോവാ തിരിച്ചറിയുന്നില്ല, തിരിച്ചപ്പോ കൊണ്ടാക്കേണ്ട അവസ്ഥയാണ്. ഒരു മര്യാദ കാണിക്കണം, ഒരു മര്യാദ. ഗൈസ് അങ്ങനെ ചേച്ചി എനിക്ക് ഇഞ്ചക്ഷൻ എടുത്തു ഗൈസ്. ഇഞ്ചക്ഷൻ എടുത്തത് കുഴപ്പമില്ലായിരുന്നു. ഇവിടെ എടുത്തത് ബാക്കിലാണ് എടുത്തത്. പക്ഷെ അവിടെ ഞാൻ ഒന്ന് ഓഫാക്കടാ അത് എടി പ്രതി ഒന്ന് ഓഫാക്കി കിട്ടിയത്. ആ അൻസറ ഉണ്ട് എടി, ഇനി ഓണാക്കൂടിയവൻ ഇനി ഓണാക്കൂടിയത്. ഓണാക്കി കണ്ട അത് എടുത്ത മണ്ടലോട്ട് വേടി, മണ്ടലോടെ എടുത്ത് വേടിയത്. അത് ഇനി ഓണാക്കും അത്. അല്ല ഇനി ഓണാക്ക്. ഇനി ചെണ്ടയാണോ അത്? അല്ല അതിന്റെ കൂടെ അറിയത്തില്ല അതിന്റെ കൂടെ അങ്ങനെ കൂടെ ഇവിടെ കിടക്കുവാ. കുത്തിയത് കുഴപ്പമില്ലായിരുന്നു. പഠിക്കുന്ന പിള്ളേരുണ്ടായിരുന്നു, അതെല്ലാരും നോക്കി നിൽക്കുമായിരുന്നു. അതേ ഉള്ളൊരു സങ്കടം. അല്ല അങ്ങനെയല്ല, ഇപ്പൊ ഏണിലാണ് എടുക്കണ. നമ്മള് രാത്രി ഇന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് മട്ടൻ പായ ഉണ്ടാക്കാൻ വേണ്ടി പോട്ടെ, സൂപ്പ്. നമ്മളിത് വാങ്ങിച്ചോണ്ട് വെച്ചിട്ട് കുറച്ച് ദിവസമായി. കറക്റ്റ് എനിക്ക് പനി ആയപ്പോ ഉപകാരപ്പെട്ടു. ക്ഷീണൊക്കെ മാറ്റും, ഒരു ഉന്മേഷം കിട്ടും ഗൈസ്. മട്ടന്റെ കാല്, മട്ടൻ പായ എന്ന് പറഞ്ഞ കാലെന്നല്ലേ ഹിന്ദിയില്? എടാ ഇതിനെ മട്ടൻ പായ എന്നാണ് ആക്ച്വലി ഇതിന്റെ പേര്, കണ്ടോ? മട്ടൻ പായ എന്നാണ് പേര്. മട്ടൻ പായ മീൻസ് കാലാന്ന് തോന്നില്ലേ, അറിയാൻ വയ്യ ഗൈസ്. ഹിന്ദിയിൽ അങ്ങനെ ആയിരിക്കണം. നീ എനിക്ക് ഉണ്ടാക്കി തരണം മട്ടൻ പായ, ഞാൻ കുടിക്കും, എനിക്ക് അതേ അറിയൂ. നല്ല കുരുമുളകൊക്കെ ഇട്ട് നല്ല സൂപ്പ് അടിക്കാൻ കഴിയും. എന്ത് പറയുന്നു? നല്ല സൂപ്പ്. നല്ല ഡ്രസ്സ് കൊള്ളാം അല്ലേ? നല്ല രസമുണ്ട് കാണാൻ. കൊള്ളാം. ഇത് നോക്ക്, ഇവിടെ ഒരു കസർത്തിട്ട് അങ്ങോട്ട് വന്നത് കേട്ടോ. എന്റെ പൊന്നോ, ഇത് കീട് കിടക്കുന്ന നോക്കിയാണ്. മൃദുല ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒതുക്കി പറക്കി വെക്കും, ഇവ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒലച്ചു വരിയിടും. അതാ വരുന്നു തലയാട്ടിയാട്ടിയാ വരുന്നു നോക്ക്. എടി ഈ ആട്ടൽ എവിടെ കിട്ടിയിട്ട് ഈ ആട്ടല് ഇല്ലേ? ഇന്ന് രാത്രി മട്ടൻ പായ ആൻഡ് ഉള്ളിക്കറി മൃദുല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ മുട്ട പുഴുങ്ങാൻ വേണ്ടി, ഉള്ളിക്കറി അല്ല മുട്ടക്കറി അല്ലേ? സവാള, ഒരു 1.5 സവാള അരിഞ്ഞത്, 3 പച്ചമുളക്, പിന്നെ ഒരു 4 കൊച്ചുള്ളി, പിന്നെ കുറച്ച് വെളുത്തുള്ളി ഞാൻ അരയ്ക്കാനോട് എടുത്തിട്ടുണ്ട്, പിന്നെ മല്ലിയില, പിന്നെ ഇത് ബേ ലീഫ്, സ്റ്റാർ, പട്ട, പിന്നെ 2 തക്കാളി അരച്ചത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഗ്രൈൻഡ് ചെയ്തത്, പിന്നെ ഒരു കരിവേപ്പില. ഈ മട്ടൻ പായേ പണ്ട് അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് നല്ലതാന്നേ. എന്തിനൊക്കെ ഗുണമെന്നറിയോ? നമ്മുടെ ജോയിന്റ് ബോണ് അതിന്റെ എല്ലാ ഹെൽത്തിന്, പിന്നെ ഗട്ട് ഹെൽത്തിന്, കൂടാതെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ്. ഏട്ടൻ ഇപ്പൊ അതാ വേണ്ട, ഇമ്മ്യൂണിറ്റി ഇച്ചിരി ബൂസ്റ്റ് ചെയ്യാനുണ്ട്. കൂടെ ചർമ്മത്തിന്, മുടിക്ക്, എല്ലാത്തിനും അടിപൊളിയാ. ഇതിന്റെ 100 ഗ്രാമില് കലോറി വരുന്നത് വെറും 150 to 200 ഗ്രാമേ വരുന്നുള്ളൂ. പക്ഷെ ഇതിന്റെ 100 ഗ്രാമിൽ തന്നെ 10 to 20 പ്രോട്ടീൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ കൊഴുപ്പുണ്ട്, 10 to 15 ഗ്രാം കൊഴുപ്പുണ്ട്. പിന്നെ ആരെങ്കിലും ഒക്കെ എടുത്തിട്ട് ചതക്കി ഇടിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ മട്ടൻ സൂപ്പ് കഴിച്ച് വീണ്ടെടുക്കാറുണ്ട്. അതെ. അവൻ വന്ന് ഓണാക്കി കേട്ടോ. മൃദുല കഴിവാണ് ഗൈസ്. ഇത് കറുത്ത ആടാൻ തോന്നുന്നു കേട്ടോ. അതെ, ചിലത് കറുത്ത ആടുണ്ട്, ചിലത് വെള്ള ആടുണ്ട്. ഗൈസ് ആൾറെഡി ഈ സാധനത്തിന് നല്ല ഫാറ്റ് ഉള്ളതുകൊണ്ട് വേറെ അതിന്റെ പുറത്ത് വെളിച്ചെണ്ണ കാര്യങ്ങളൊന്നും ഒഴിക്കും. അവര് നെയ്യാ ഒഴിക്കുന്നത്. നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് എണ്ണയ്ക്കകത്തൊന്ന് മൂപ്പിച്ചേട്ടോ. ഗൈസ് അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ അരയ്ക്കാനുണ്ട്. 3 പച്ചമുളക്, മല്ലിയില, കൊച്ചുള്ളി, 2-3 വെളുത്തുള്ളി, പച്ചക്കുരുമുളക്. ഗൈസ് ഇതൊക്കെ അടിപൊളി ഐറ്റം കേട്ടോ. ഇതൊക്കെ ഇട്ടാൽ നല്ല ഫ്ലേവർ കിട്ടും. ഇതായി. അടുത്ത സവാള അല്ലേ? ഒരു കരിവേപ്പിലയും കൂടെ. എന്നിട്ട് ഇത് ഞാൻ ഒന്ന് അരച്ചിട്ട് വരാം. കുറച്ചുപ്പ്. ഗൈസ് അപ്പൊ നമ്മുടെ മെയിൻ ഐറ്റമായ പായ ഇടട്ടെ. ഓക്കെ ഗൈസ്, അമ്പൂട്ടന്റെ ഇവിടെ കേറി ഇരിപ്പുണ്ട്.
നമുക്കിനി വേഗം അടുത്തതാണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഓക്കെ. ഇളക്കാം. തക്കാളി അല്ലാതെ ഇടാൻ കേട്ടോ ഇല്ലേ? അല്ലാതെ ഇടാം, ചെറുതായിട്ട് അരിഞ്ഞുവിടാം. ഇതാകുമ്പോ പെട്ടെന്ന് സെറ്റ് ആവും. അവരെല്ലായിടത്തും വായോട്ട് വെച്ചുകൂടാ, കരച്ചിലും കേട്ടിട്ട്. ഗൈസ്, അപ്പൊ നമ്മള് പച്ച കുരുമുളകും ബാക്കി ഐറ്റം എല്ലാം കൂടിയിട്ട് അരച്ച് വെച്ച നമ്മുടെ പച്ച ലായനി. ലായനി. ഓ, എന്തൊരു തുറന്നപ്പോ ഇതൊരു മണോടി ഇത്. നല്ല മണമില്ലേടാ? ഓ, ആ പച്ചക്കുരുമുളകിന്റെ മണോ, അടിപൊളി മണം. അത് ഇട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടുക, അടച്ചു വെക്കുക. മാക്സിമം അടിക്കുക. No, you have cold, so you rest. I will do. നമ്മളിനി അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചായിരുന്നു. നമ്മൾ ഇനിയും വെള്ളം വേണം കേട്ടോ. ഇത്ര ഇടട്ടെ? കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടോ. മഞ്ഞപ്പൊടി കയറി നിൽക്കട്ടെ. മഞ്ഞപ്പൊടി വേറെ ഒന്നുമില്ല കേട്ടോ. മഞ്ഞപ്പൊടി പിന്നെന്തോ മുളക് പൊടി, പിന്നെ ഒരു ഇച്ചിരി മസാലപ്പൊടി ഇടാം. ഇനി കുറച്ച് മസാലപ്പൊടി. ഉപ്പൊക്കെ നോക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഉപ്പൊക്കെ നോക്കി സെറ്റാണ് ഗൈസ്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് കുറച്ച് മല്ലിയില മേളിലോട്ട് ഇടണോ? അത് ലാസ്റ്റ് ഇടാം. ലാസ്റ്റ് തുറന്നിട്ടിടാം. ഓക്കേ, ക്ലോസ്. ഗൈസ്, അമ്പു കഴിച്ചോണ്ട് ഉറങ്ങിയടി. ഇതേ വായിക്കാതിരിക്കുന്ന ഈ ഫുഡ്. ഭയങ്കര നിർബന്ധമായിരുന്നു. ഞാൻ ഈ മുട്ട കൊടുക്കും കൂടെ. മുട്ട ഇഷ്ടമല്ല. പകലേ ഫുള്ള് നമ്മളോട് കറക്കമല്ലായിരുന്നു. ഉറങ്ങിയില്ല. നമ്മൾ ഉണർത്തി മുട്ട വായിരിക്കുന്ന മുട്ട പാതി മുട്ട വായിരിക്കുക. ഞാൻ വിചാരിച്ചിട്ടാ മുട്ട കൊടുക്കുന്നതിനെ കരയുന്നു. ഞാൻ നോക്കിയപ്പോഴേ ഒരു അനക്കമില്ല. കൊണ്ട് കിടത്ത് വാ. ഇനിയിപ്പോ ഉണരുമല്ലോ കിടത്തുമ്പോഴും. സൂപ്പ് കൊടുക്കണ്ടേ? സൂപ്പ് കൊടുത്തില്ലല്ലേ? എന്റെ കുഞ്ഞു മൊത്തം തിന്നില്ല, ഇത്ര തിന്നുള്ളൂ. അവിടെ വിസിൽ അടിയോടടി. ഞാൻ ഓഫ് ചെയ്യാം. ഇല്ല, ഒന്നുകൂടെ തെറ്റ്. ഏട്ടാ, ഞാൻ കരയുന്നതിന് ഞാൻ വഴക്കും പറഞ്ഞു. എന്തോ അമ്പോന്ന് ചോദിക്കുകയും ചെയ്തു. ഉറക്കം വന്നിട്ടായിരുന്നതാ. ഗൈസ്, നമ്മൾ ഏതാണ്ട് 12 വിസിൽ അടിച്ചില്ലേ? 12. ഓപ്പൺ. ഓ, തിളച്ചോണ്ടിരിക്കുക. സൂപ്പിന് വെള്ളം വേണമല്ലോ. കറക്റ്റ് ടെക്സ്ചർ ആണ് ഗൈസ്, കറക്റ്റ് ടെക്സ്ചർ ആണ്. ഗൈസ്, ഇനി നമ്മൾ സെർവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആദ്യം നമ്മൾ ഒരു കഷ്ണം കൊണ്ട് എടുത്തിട്ടു. അടിപൊളി. അമ്പൂട്ടൻ ഉറങ്ങി ഗൈസ്. ഇനി ഭയങ്കര വിഷമം. ആ ചെറുക്കന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇത് വാങ്ങിച്ചത്. മുട്ടക്കറി ഫസ്റ്റ് നമുക്ക് നമ്മളെ സൂപ്പ് ടേസ്റ്റ് ചെയ്യാം ഗൈസ്. എങ്ങനെയുണ്ട്? നമ്മൾ നല്ല ചൂടായിരുന്നു. കുറച്ച് നേരം ചൂട് ആറാൻ വേണ്ടി വെച്ചു കേട്ടോ. വേണമെങ്കിൽ അരിക്കാം കേട്ടോ, കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ഇതെല്ലാം അത് തിന്നണം. അതൊക്കെ അടിക്കണം ഇടയ്ക്കിടയ്ക്ക്. വേണം മല്ലിയിലേക്ക് കുറച്ച് മേലോട്ടുണ്ട്. നമുക്ക് മല്ലിയില തീർന്നു വരും. വാ, എരിയുണ്ട്. അമ്പൂരി കൊടുത്ത അമ്പു കരയും. ഉണ്ട്. ആ ഒരു തൊണ്ടയ്ക്ക് ഒരു സംഭവം ഉണ്ട്. അത് വേണം സൂപ്പിന്. സത്യം പറഞ്ഞ നമ്മൾ ആ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന സെയിം ടേസ്റ്റ്. നമ്മൾ ഇമ്പീരിയൽ കിച്ചൺ ഉണ്ടല്ലോ, ഇമ്പീരിയൽ കിച്ചണിൽ ഈ മട്ടൺ സൂപ്പുണ്ട്, മട്ടൺ മുരിങ്ങക്കോൽ സൂപ്പുണ്ട്. സെയിം ടേസ്റ്റ് കേട്ടോ അവിടുത്തെ. മുരിങ്ങക്ക ആണെങ്കിൽ മുരിങ്ങക്ക ഇടാം. അടിപൊളി കേട്ടോ. നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കേ. മട്ടന്റെ പായ മിക്കടുത്ത് കിട്ടുമല്ലോ. ചട്ടി കൂടെ എടുത്തിട്ടുണ്ട്. എനിക്കിങ്ങനെ ചട്ടിയിൽ മുക്കി കഴിക്കാനാണ് എനിക്ക് ഇഷ്ടം. കിട്ടിയോ? അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കട്ടെ. നാളെ കാണാം. ബൈ. ലവ് യു.